UDF-നെ തള്ളിപ്പറഞ്ഞുകൊണ്ടും കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുമുള്ള ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല. കാരണം എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത്രയും ശക്തമായി പിന്തുണച്ചത് UDF ആണ്. അവർ പ്രവർത്തകരാണ്. രാപ്പകലില്ലാതെ ഒരു കാലത്തും കഴിഞ്ഞ 50 വർഷക്കാലത്തിനിടയ്ക്ക് ബേപ്പൂരിൽ ഇത്ര വലിയൊരു പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് UDF-ന്റെ പ്രവർത്തകരാണ്. അത്രയും സിൻസിയറായിട്ട് അവർ പ്രവർത്തിച്ച് നാളെ ഈ പിണറായി സത്യത്തിൻ്റെ പോരാട്ടം UDF മുന്നോട്ട് പോകുമ്പം അതിൽ മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ അതെന്ത് രാഷ്ട്രീയമാണ്? അതിന് സാധ്യമല്ലാത്തതുകൊണ്ടാണ് നിർണായകമായിട്ടുള്ള ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ബേപ്പൂരിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണോ TMCക്ക് ഇങ്ങനെ ഒരു നിലപാടാണ് അന്ന് ക്ലിയർ ആയത്? അല്ല, ബേപ്പൂരിൽ മത്സരിക്കുമ്പോഴല്ല, കോൺഗ്രസ് വേദി പങ്കിടാൻ കഴിയില്ല, അവരുടെ ലീഡേഴ്സിനെ അയച്ചു തരാൻ കഴിയില്ല. കോൺഗ്രസുമായിട്ടുള്ള പശ്ചിമ ബംഗാളിൽ അവർ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ രാഷ്ട്രീയത്തെ ഇവിടെ സ്റ്റേജ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ആണ് അവർ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കോൺഗ്രസുമായി സഹകരിക്കാൻ കഴിയില്ല, പാടില്ല എന്ന് പറഞ്ഞ അവരുടെ നിലപാട് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അല്ല, അത് എവിടെയാണെങ്കിലും, ഇപ്പോൾ ഞാൻ വേറെ ഏത് മണ്ഡലത്തിലാണെങ്കിലും UDF-ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ അവരുടെ നിലപാട് അത് തന്നെയാണല്ലോ.